ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഏജിങ് സീരീസിലെ വീഡിയോസ് തന്നെയാണ്. റെറ്റിനോളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് നമുക്ക് ഏതൊക്കെ സിറംസ് റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സിറംസ് ഒക്കെ റെറ്റിനോളുടെ കൂടെ പെയർ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. സോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തേത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് ലൈക്ക് അവർ വീഡിയോ, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, കമൻറ്റ് യുവർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിട്ട് കിടക്കാം. ഏതൊക്കെ സിറംസ് ആണ് റെറ്റിനോൾസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് വൺ നയസിനമൈഡ് ആണ്. നയസിനമൈഡ് സിറം റെറ്റിനോളിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ആൻസർ യെസ്. നിങ്ങൾക്ക് നയസിനമൈഡ് റെറ്റിനോളിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ജെൻറ്റൽ ക്ലെൻസർ കൊണ്ട് മുഖം കഴുകണം. ഫ്രഷ് ആയിട്ടുള്ള മുഖത്തോട്ട് വേണം ഈ സിറംസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഈ ഡേർട്ടും പൊടിയും അഴുക്കും ഒക്കെ ഉള്ള സ്കിന്നിലോട്ടാണ് നിങ്ങൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഇടുന്നതെങ്കിൽ വിപരീത ഫലമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് എപ്പോഴും ക്ലീൻ ഫേസിൽ വേണം നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ. ഫേസ് വാഷ് ഇട്ട് കഴുകുക, അതിനുശേഷം നയസിനമൈഡ് ഇടുക. നയസിനമൈഡ് ഇട്ട ശേഷം വേണം റെറ്റിനോൾ ഇടാൻ, അതിനുശേഷം മോയ്സ്ചറൈസേഷൻ. നയസിനമൈഡും റെറ്റിനോളും ഒരുമിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം നയസിനമൈഡ് എന്ന് പറഞ്ഞാൽ റെഡ്നെസ്, ഇറിറ്റേഷൻ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി ബെനിഫിറ്റ് ആണുള്ളത്. കാരണം റെറ്റിനോൾ കൊണ്ടുണ്ടാവുന്ന ഡ്രൈനെസ്സും ഇറിറ്റേഷൻസും ഒക്കെ കുറയ്ക്കാനായിട്ട് നയസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. നയസിനമൈഡ് ഈസ് ഓക്കെ ടു യൂസ് വിത്ത് റെറ്റിനോൾ. നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ സി ആണ്. സോ വൈറ്റമിൻ സി റെറ്റിനോളിൻ്റെ കൂടെ ഇറ്റ്സ് എ ബിഗ് നോ, യൂസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് വൈറ്റമിൻ സി റെറ്റിനോളിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, വൈറ്റമിൻ സി റെറ്റിനോളും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ pH ലെവലിലൊക്കെ ഡിഫറൻസ് വരും. അപ്പോൾ വൈറ്റമിൻ സി ഈസ് ബേസിക്കലി ആസിഡിക്. വൈറ്റമിൻ സി ഇടുന്ന കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടോയെന്ന് വെച്ചാൽ ലൈക്ക് നിങ്ങൾക്ക് ഇടാം. വൈറ്റമിൻ സി ഇട്ട് എന്തായാലും നിങ്ങൾ മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം അതിൻ്റെ ആ സ്കിന്നൊന്ന് നോർമൽ pH വരാനായിട്ട്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ വൈറ്റമിൻ സിയും റെറ്റിനോളും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യണത് നിങ്ങൾ ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം. വൈറ്റമിൻ സിയുടെ pH എന്ന് പറഞ്ഞാൽ കുറച്ച് അസിഡിക് ആണ്. ഡേ ടൈമിൽ യൂസ് ചെയ്യുക, സൺസ്ക്രീനിൻ്റെ കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ നമുക്ക്. വൈറ്റമിൻ സി നിങ്ങൾ എപ്പോഴും ഡേ ടൈമിൽ യൂസ് ചെയ്യുക, നോട്ട് ഇൻ നൈറ്റ് ടൈം. നൈറ്റ് ടൈമിൽ വൈറ്റമിൻ സിയുടെ ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് റിക്വയർഡ്. ബിക്കോസ് നൈറ്റ് ടൈമിൽ നിങ്ങൾ റെറ്റിനോൾ മാത്രമായിട്ട് ചുരുക്കുക നിങ്ങൾ സ്കിൻ കെയർ, അതായിരിക്കും ഏറ്റവും ബെറ്റർ. നീ യൂസ് ചെയ്യണ കൊണ്ട് എനിക്ക് റെറ്റിനോളും വൈറ്റമിൻ സിയും ഒരുമിച്ച് യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഗിവൺ ദാറ്റ് നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുമ്പോഴും ഒരു ടൈം നോക്കണം. ഫസ്റ്റ് ഇപ്പോൾ വൈറ്റമിൻ സി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ pH മാറിപ്പോവാണ്. സ്കിന്നിൻ്റെ pH പഴയ പോലെ വരാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കണം. ആ ഒരു pH ലെവൽ ബാലൻസ് ആയിട്ട് വേണം നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്തിട്ട് വേണം വൈറ്റമിൻ സിയും റെറ്റിനോളും യൂസ് ചെയ്യാൻ. ഒരിക്കലും രാത്രി വൈറ്റമിൻ സി യൂസ് ചെയ്യാണ്ടിരിക്കുക, ഡേ ടൈം യൂസ് ചെയ്യുക. ഡേ ടൈമാണ് അതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് വൈറ്റമിൻ സിന്. കാരണം വൈറ്റമിൻ സിയും സൺസ്ക്രീനും തമ്മിൽ പെയർ ചെയ്താൽ വളരെ നല്ലൊരു ബെനിഫിറ്റ്, നല്ലൊരു കോംബോയാണ് ഈ വൈറ്റമിൻ സിയും സൺസ്ക്രീനും. അപ്പോൾ നിങ്ങൾ ഡേ ടൈമിലോട്ട് വൈറ്റമിൻ സി സിറംസ് യൂസ് ചെയ്യുക. നൈറ്റ് ടൈമിൽ യു ക്യാൻ യൂസ് നയസിനമൈഡ്. ഞാൻ പറഞ്ഞ പോലെ നയസിനമൈഡ് ഓക്കെയാണ് റെറ്റിനോളിൻ്റെ കൂടെ പെയർ ചെയ്യാൻ. വൈറ്റമിൻ സിയും ഓക്കെ ആണ്, പക്ഷേ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അത് കൂടുതൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ചില ആസിഡ്സുകളുണ്ട്, ലൈക്ക് ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിവതും റെറ്റിനോളിൻ്റെ കൂടെ പെയർ ചെയ്യാതെ ഇരിക്കുക കേട്ടോ. സോ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഡേ ടൈമിൽ ഈ സിറംസ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ രാത്രി നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് പെയർ. ഈ ഒരു ആസിഡുകളൊന്നും റെറ്റിനോളായിട്ട് കമ്പൈൻ ചെയ്ത് ഇടരുത്. അത് നിങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, റാഷസ് ഉണ്ടാക്കാം, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ റെറ്റിനോളിൻ്റെ കൂടെ ഈ ആസിഡ്സുകളൊന്നും ചേർക്കാതിരിക്കുക, മിക്സ് ചെയ്യാതിരിക്കുക. ഹൈലറോണിക് ആസിഡ്. അപ്പോൾ ഹൈലറോണിക് ആസിഡ് സിറം നിങ്ങൾക്ക് റെറ്റിനോളിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? റെറ്റിനോളിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഇറ്റ്സ് എ ബെസ്റ്റ് പ്രൊഡക്റ്റ്. റെറ്റിനോളിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസിഡാണ് കേട്ടോ ഹൈലറോണിക് ആസിഡ് സിറം. അപ്പോൾ നിങ്ങൾക്ക് രാത്രി റെറ്റിനോൾ, ഹൈലറോണിക് ആസിഡ്, നയസിനമൈഡ് ഇതൊക്കെ പെയർ ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരൊക്കെ എത്ര വലിയ പ്രശ്നക്കാരല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് രാത്രി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ സീറംസ് ഒക്കെ ഫസ്റ്റ് പോകും, അത് കഴിഞ്ഞിട്ടാണ് റെറ്റിനോൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ ഇടുകയാണെങ്കിൽ ഈ ഇട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സീലായി കിട്ടും, മുഖത്ത് നല്ലപോലെ ലോക്കിൻ ആവും. ഇനി പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ലൈക്ക് ആൽഫ ആർബ്യൂട്ടിൻ സിറം. ആൽഫ ആർബ്യൂട്ടിൻ സിറം റെറ്റിനോളുമായിട്ട് പെയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ആൻസർ ഈസ് യെസ്, പെയർ ചെയ്യാം. പക്ഷേ അഗെയിൻ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ രണ്ടും പെയർ ചെയ്യരുത്, സെപ്പറേറ്റ്. ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ ഒരു രാത്രിയാണ് ഉപയോഗിക്കണമെങ്കിൽ ആൽഫ ആർബ്യൂട്ടിൻ നിങ്ങൾ ഒരു രാത്രി ഉപയോഗിച്ചെങ്കിൽ പിറ്റേ ദിവസം റെറ്റിനോൾ മാത്രം ഉപയോഗിക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അത് നല്ലപോലെ റിയാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് മേക്ക് ഷുവർ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ.
പക്ഷേ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ആ റിസ്ക് എടുക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ആൽഫ ആർബിറ്റിനും റെറ്റിനോളും യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു ആസിഡ് പിഗ്മെന്റേഷനാണ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഒരെണ്ണം ആൻറ്റി ഏജിങ്ങിനെയാണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നല്ല രീതിയിൽ വർക്കാവും. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾക്ക് അതിനോട് ഒരുപാട് റിയാക്ഷൻസ് ഇല്ലാത്ത സ്കിൻ ആണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ടുഗെദർ. അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വേറൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് പെപ്റ്റൈഡ്സ് നിങ്ങൾക്ക് റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം. പെപ്റ്റൈഡ്സ് നിങ്ങളുടെ സ്കിന്നിൻ്റെ കൊളാജൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് പെപ്റ്റൈഡ്സ് യൂസ് ചെയ്തിട്ട് ചെറിയ റിങ്കിൾസും കാര്യങ്ങളൊക്കെ അവർക്ക് സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ പെപ്റ്റൈഡ്സും റെറ്റിനോളും പെയർ ചെയ്ത് യൂസ് ചെയ്യണോണ്ട് ഒരു പ്രശ്നമില്ല. പെപ്റ്റൈഡ്സ് ബേസിക്കലി കൊളാജൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകളൊക്കെ നിവർത്താനായിട്ട് റെറ്റിനോളുടെ കൂടെ തന്നെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ പെപ്റ്റൈഡും റെറ്റിനോളും ഒരുമിച്ച് യൂസ് ചെയ്യണത് നല്ല ബെനിഫിറ്റ്സ് തരുള്ളൂ. കോജിക് ആസിഡ് നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിലെ ഡാർക്ക്നെസ് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ കോജിക് ആസിഡും റെറ്റിനോയിഡ്സ് ഒന്നും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അത് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും, ഡ്രൈനെസ് ഉണ്ടാക്കാം. സോ ഇത് രണ്ടും കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് രണ്ടും മിക്സപ്പ് ചെയ്യാണ്ടിരിക്കുക, ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട. സെപ്പറേറ്റ് ഡേയ്സിലാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടുഗെദർ ഒരുമിച്ച് യൂസ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. സ്നെയിൽ മ്യൂസിൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെറ്റിനോൾസിൻ്റെ കൂടെ യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്നെയിൽ മ്യൂസിൻ്റെ കൂടെ റെറ്റിനോൾ യൂസ് ചെയ്യാം. കാരണം ഇത് നമ്മുടെ ബാരിയറിനെ റിപ്പയർ ചെയ്യുന്ന കുറേ ഘടകങ്ങൾ ഇതിലുണ്ട്. ഹ്യൂമെക്റ്റൻസ് ഉണ്ട്, സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും, ബാരിയർ റിപ്പയർ ചെയ്യും. സോ നിങ്ങൾ റെറ്റിനോളിൻ്റെ കൂടെ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ അത്രയും നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കും, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, ഇറിറ്റേഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ സ്നെയിൽ മ്യൂസിനും റെറ്റിനോളും യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന കുറേ ആസിഡ്സും സീറംസിനെ കുറിച്ചും ഉള്ള ഡൗട്ട്സ് റെറ്റിനോളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഷോർട്ടായിട്ട് പറഞ്ഞു തരാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പ്ലീസ് ടു സപ്പോർട്ട് അസ്. നെക്സ്റ്റ് ആൻറ്റി ഏജിങ് വീഡിയോ സീരീസ് ആയിട്ട് വീണ്ടും വരാം കേട്ടോ. സോ ടേക്ക് കെയർ, ഡു സ്കിൻ കെയർ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.